വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്നത് ഞാൻ മറന്നു. തിരുവചനം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നീ അനുഭവിക്കുന്ന വിഷമം, സങ്കടം, നിന്റെ ഉള്ളിലെ മുറിവുകൾ നീ വിശ്വസിച്ചു കൊള്ളണം. അത് നിന്റെ അനുഗ്രഹത്തിനുള്ള വഴികളാണ്. ഇത് അനേകർക്ക് രക്ഷയ്ക്കുള്ള ഒരു വഴിയായി മാറ്റപ്പെടും. സ്വരമുയർത്തി പറ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിനക്ക് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നിനക്ക് പോലും ഓർമ്മയില്ല. പക്ഷേ കർത്താവ് അവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ട്, ജീവിതം ചില കരിക്കട്ട പോലെയാണ്, എന്നതാ ചെയ്യാൻ പറ്റണ ഒരു പിടുത്തോ ഇല്ല. എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എന്നാൽ എനിക്ക് കഴുത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, ആ രോഗപീഠ ഉണ്ടായത് എന്തിനാണെന്നറിയാവോ? അച്ഛനങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ ഭർത്താവും പിള്ളേരും വന്നത് കണ്ടോ? അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് തല ഇങ്ങനെ പുകയുന്നുണ്ടാവും. ഇന്ന് രാവിലെ വാട്സപ്പിൽ ഒരു ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഒന്ന് വീഡിയോ കോളിൽ വരണം. എന്നാൽ എൻ്റെ ഉള്ളിൽ ആരോ എൻ്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്നു, ചാലക്കുടി പോട്ട ആശ്രമം വരെ ഒന്ന് പോകൂ. അങ്ങനെയാണ് ഞാൻ അച്ഛ ഈ ആലയത്തിലെത്തിയത്, എനിക്ക് ആരെയും പരിചയമില്ല. നീ വിഷമിക്കണ്ട, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കാരണം നിന്നെ നിന്റെ ദൈവത്തിന് നന്നായി അറിയാം. ബൈബിൾ വചനത്താൽ നിറയുക. 7-ാമത്തെ വഴി എന്താണെന്നറിയോ? സ്വർഗസ്ഥനായ പിതാവ്, നിനക്കൊരു അപ്പനുണ്ടെന്ന് നീ വിശ്വസിക്കണം. യെസ്. ഇന്ന് ഈ വചന കൂടാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പങ്കുവയ്ക്കുവാൻ ഓർമ്മപ്പെടുത്തിയ ഒരു സുപ്രധാനമായിട്ടുള്ള വചനം, അത് പഴയ നിയമത്തിലെ ഒരു കുഞ്ഞു പുസ്തകമുണ്ട്, വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയും. ബുക്ക് ഓഫ് ലെമന്റേഷൻ. ബൈബിൾ ഉള്ളവർ തുറക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനങ്ങൾ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കും. അതിനുശേഷം ഈ വചനം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ശ്രദ്ധിച്ചേ, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഈ വചനം കേൾക്കുമ്പോൾ ഇത് ദൂരെ എങ്ങോ ഇരിക്കുന്നവർക്കുള്ളതല്ല, മറിച്ച് കേൾക്കുന്ന എനിക്കുള്ള വചനമാണെന്ന് വിശ്വസിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വലതുകരം നെഞ്ചത്തോട് ചേർത്തൊന്ന് വെച്ചോ. ഈ വചനം നിനക്കുള്ള വചനമാണ്. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്ന ശുശ്രൂഷയുടെ സമയമാണ്. ഹല്ലേലൂയ. വലതുകരം നെഞ്ചോട് ചേർത്ത് ഈ വചനം കേട്ടുകൊള്ളൂ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനം ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്നത് ഞാൻ മറന്നു. അതുകൊണ്ട് എൻ്റെ ശക്തിയും കർത്താവിലുള്ള പ്രത്യാശയും പോയിപ്പോയെന്ന് ഞാൻ വിലപിക്കുന്നു. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം നെഞ്ചോട് ചേർത്ത് ഓരോ വ്യക്തിയും പറഞ്ഞേ, കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. കർത്താവേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കണ്ണു തുറന്നേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 17-ാം വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവിന് സ്വസ്ഥതയില്ല, സന്തോഷം എന്തെന്നത് ഞാൻ മറന്നു. ചിലരുടെ അവസ്ഥ ഇങ്ങനെയാണ്, സ്വസ്ഥതയില്ല. കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും അനുഭവപ്പെടുന്ന ചില പ്രശ്നങ്ങൾ കാരണം, ചില വിഷമങ്ങളും സങ്കടങ്ങളും കാരണം ഒരു സ്വസ്ഥതയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകം മുമ്പോട്ട് പോകുമ്പോൾ ഈ സ്വസ്ഥതയില്ലാത്ത ആൾക്ക് എങ്ങനെയാണ് സ്വസ്ഥത ലഭിക്കുന്നതെന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു. അവസാനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ്
നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ. എന്നിട്ട് പറഞ്ഞേ, തന്നെ തേടുന്നവർക്കും കാത്തിരിക്കുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ദൈവമേ, എന്നിൽ സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ താഴ്ത്തിക്കേ. കർത്താവ് നല്ലവനാണ്. പറഞ്ഞേ. അടുത്തിരിക്കുന്ന ഒരു 4 പേരോടെങ്കിലും പറഞ്ഞ കർത്താവ് നല്ലവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നല്ലവനാണ്. ദൈവം നല്ലവനാണ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന ഓരോരുത്തരും നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ. കർത്താവ് നല്ലവനാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന നിമിഷം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ചില വിഷമങ്ങളും ഭാരങ്ങളും മുറിവുകളും അതെന്തിനുള്ളതായിരിക്കും? അതെന്തിനുള്ളതായിരിക്കും? തിരുവചനം പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നീ അനുഭവിക്കുന്ന വിഷമം, സങ്കടം, നിന്റെ ഉള്ളിലെ മുറിവുകൾ നീ വിശ്വസിച്ചു കൊള്ളണം. അത് നിന്റെ അനുഗ്രഹത്തിനുള്ള വഴികളാണ്. ആമേൻ, ആമേൻ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അത്ര എളുപ്പമല്ല. എൻ്റെ ദൈവമേ, ഞാനിന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നം, ഈ സങ്കടം, ഈ അവഗണന, ഈ മുറിവ് ഇതെൻ്റെ അനുഗ്രഹമാണെന്നോ? അതെ. ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും സമ്പൂർണമായിട്ടും വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ മുറിവുകളും ഓരോ സങ്കടങ്ങളും അത് നിന്റെ അനുഗ്രഹമായിട്ട് കർത്താവ് മാറ്റും. ആമേൻ, ആമേൻ. നമുക്കൊരു വചനം പഠിക്കാം. അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനമാണ്. തുറന്നേ, ബൈബിൾ തുറന്നേ, കണ്ടുപിടിച്ച്. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4. പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാരോട് ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്നത് എന്നോടുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വചനം കേൾക്കണം. കിട്ടിയോ? 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 വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനം. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. വചനം പഠിച്ചോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ ഉള്ളവരൊക്കെ തുറക്കണം കേട്ടോ, വചനം പഠിക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 1-ാം അധ്യായം 4-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് സെക്കൻഡ് ബുക്ക് ചാപ്റ്റർ 1 വേഴ്സ് 4. ഞാൻ ആ വചനം ഒന്ന് പറയാം. എല്ലാവരും കൂടെ ആ വചനം ഒന്ന് ഏറ്റു പറയൂ. വലതുകരം ഉയർത്തിപ്പിടിച്ചോളൂ, ഉച്ചത്തിൽ പറഞ്ഞോളൂ. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഓരോ ക്ലേശങ്ങളും ഓരോ മുറിവുകളും ഇത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അനുഗ്രഹമാകുന്നതിന് വേണ്ടി, ആശ്വാസമാകുന്നതിന് വേണ്ടി നമുക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് ആണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും രോഗപീഠ നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുക. ആ രോഗപീഠ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അതിനെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ വലിയ ഭാരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓർത്തോർത്തോർത്തോണ്ട് ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ വചനം എന്തു പറയുന്നു?
നിനക്കുണ്ടായിരിക്കുന്ന ഈ രോഗം ഇത് നിന്റെ അവസാനമല്ല, മറിച്ച് ഈ രോഗത്തിലൂടെ കർത്താവ് ചില കാര്യങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഹാലേലുയാ, ഹാലേലുയാ. മകളെ ഓർത്ത് സങ്കടപ്പെടുന്ന അമ്മേ, വിശ്വസിച്ചു കൊള്ളുക, മകൾക്കിന്ന് അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ ഇതോടുകൂടെ കുടുംബജീവിതം മൊത്തം തീർന്നു പോകാനല്ല, നിന്റെ കുടുംബത്തിൽ എന്നേക്കുമായിട്ട് കണ്ണുനീരുണ്ടാവാനല്ല, മറിച്ച് അമ്മയുടെ ഈ വിഷയത്തിലുള്ള പ്രാർത്ഥന, മകളുടെ പ്രാർത്ഥന വഴി അനേകർക്ക് ആശ്വാസം ലഭിക്കാനും ചില പുതിയ വഴികൾ ദൈവം തുറക്കുവാനുമാണ്. ഹാലേലുയാ, ഹാലേലുയാ. ഞാൻ ചോദിച്ചോട്ടെ, വിദേശങ്ങളിൽ മക്കളുണ്ട്, ആ മക്കൾ വിദേശത്തെത്തി അവർക്ക് പഠനകാര്യങ്ങളോ ജോലിക്കാര്യങ്ങളോ ഏതെങ്കിലും തടസ്സങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? മക്കൾ ജീവിത പങ്കാളിയല്ല, മക്കൾ. കാരണം കർത്താവ് ആ വിഷയത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അങ്ങനെ മക്കള് വിദേശത്ത് ഏതെങ്കിലും തരത്തിലൊരു ഭാരം, ഒത്തിരി പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കണം, അവർ ഇന്ന് അനുഭവിക്കുന്ന ഈ ഭാരം അത് അവരുടെ അവസാനത്തിനുള്ളതല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസാനത്തിനുള്ളതല്ല, മറിച്ച് എന്താണെന്നറിയോ, നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് വഴി പൗലോസ്ലീഹ എന്താ പറയണത്? ഇത് അനേകർക്ക് ആശ്വാസത്തിനുള്ള, ഇത് അനേകർക്ക് രക്ഷയ്ക്കുള്ള ഒരു വഴിയായി മാറ്റപ്പെടും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കുഞ്ഞു വചനം കൂടെ പഠിച്ചാലോ? അത് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം വായിക്കാം. 9-ാം തിരുവചനം നല്ല വചന, അറിയാവുന്നൊരു വചനം, വായിച്ചോ. മാത്രമല്ല ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങൾ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയാ. ഇത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ കണ്ണുനീര് നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവനെ ഉയർപ്പിക്കുന്ന തമ്പുരാൻ കർത്താവിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ദൈവം ഇങ്ങോട്ട് വിശ്വസിച്ചോ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. എന്നിട്ട് കണ്ണടച്ചോളൂ. നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് തകർച്ചയും ഏത് മുറിവും ഏത് സങ്കടവും വിശ്വസിച്ചോളൂ, ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ കഴിവുകളും എൻ്റെ കുടുംബ പാരമ്പര്യവും എൻ്റെ സമ്പത്തും എൻ്റെ ബുദ്ധിയെല്ലാം ഞാൻ പ്രയോഗിച്ചു, പക്ഷെ രക്ഷ കിട്ടുന്നില്ല. കർത്താവേ, എന്തിനാണ് ഞാൻ ഈ അനുഭവിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ എൻ്റെ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ്. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു 3 പ്രാവശ്യം നല്ല വെടിച്ചില് ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. അപ്പൊ നമ്മള് ശ്രദ്ധിച്ചേ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു വചനത്തിൽ ആരംഭിച്ച് പൗലോസ്ലീഹ നമ്മളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നിനക്കുണ്ടായിരിക്കുന്ന നീ അനുഭവിക്കുന്ന ഏത് മുറിവും ഏത് ക്ലേശവും ഏത് സങ്കടവും അത് നിന്റെ തകർച്ചയ്ക്കല്ല, മറിച്ച് അത് നിന്റെ അനുഗ്രഹത്തിനുള്ള വഴിയാണ്. ആമേൻ, ആമേൻ. വിശ്വസിച്ചോണം. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുന്നു. യെസ്, എൻ്റെ വീട്ടിലും എൻ്റെ വ്യക്തി ജീവിതത്തിലും ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു കഠിനമായ ഭാരം, ദുഃഖം, സങ്കടം അതെൻ്റെ അവസാനമല്ല, അതെൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം തകർച്ചയ്ക്കല്ല, മറിച്ച് അത് അനുഗ്രഹത്തിൻ്റെ വഴികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? എങ്ങനെയാണ് നമുക്കുള്ള ഈ മുറിവുകളെ അനുഗ്രഹമായി സ്വീകരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. നോട്ട് ബുക്കൊക്കെ ഉള്ളവർ എഴുതിയെടുത്ത് പഠിച്ചോണം. കാരണം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാക്ടിക്കലായും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലും ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നീ ഇന്ന് അനുഭവിക്കുന്ന നിന്റെ പ്രശ്നത്തിലേക്ക് യേശുവിനെ വിളിക്കുക. നീ ഇന്ന് അനുഭവിക്കുന്ന നിന്റെ മുറിവിലേക്ക്, നിന്റെ ക്ലേശത്തിലേക്ക് നീ എന്ത് ചെയ്യണം? യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിക്കാറുണ്ടോ? ഉണ്ടോ? നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ആദ്യം നമ്മൾ എന്ത് ചെയ്യും?
നമ്മളെ കൊണ്ട് ഈ പ്രശ്നത്തെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളൊന്ന് അളക്കാൻ നോക്കും. എന്നിട്ട് അതും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചിലർ ഇതിന് പറ്റിയ ആളുകളുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് വിളിക്കും. കുടുംബ പാരമ്പര്യം, ബലം, ആൾക്കൂട്ടം, നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ എല്ലാം കഴിയുമ്പോഴാണ് പലരും തമ്പുരാന്റെ മുമ്പിൽ വരുന്നത്. എന്നാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നീ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നത്തെ നീ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നീ ആ പ്രശ്നത്തിലേക്ക്, നിന്റെ മുറിവിലേക്ക് യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം, ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായ ലേഖനം അതിന്റെ 13-ാം അധ്യായം 8-ാം തിരുവചനം 13, ചാപ്റ്റർ 13 വേഴ്സ് 8. വചനം അറിയാവുന്നതാണ്, കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. പലർക്കും വചനം അത് പുസ്തകം ഏതാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ വചനം അറിയാം. ഹെബ്രായ ലേഖനം 13:8 കാണാതെ അറിയാവുന്ന ഒരു വചനം പറഞ്ഞേ. പറ ഒച്ചത്തി പറ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഹല്ലേലൂയ. ജീസസ് ഈസ് സെയിം ഫോർ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു 10 വർഷം മുമ്പ് നിങ്ങൾ അനുഭവിച്ച ഒരു പ്രശ്നം നിങ്ങളുടെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടന്നുകൊണ്ട് നിങ്ങളെ ഭാരപ്പെടുത്തുവാണ്. എത്ര വർഷം മുമ്പ്? 10 വർഷം മുമ്പ്. നിങ്ങൾക്ക് 10 വർഷം മുമ്പ് ഉണ്ടായ സംഭവത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? അമ്മച്ച പറ്റുമോ? ഇല്ല. നമ്മൾ ഇങ്ങനെ കിടന്നു അയ്യോ എനിക്കെങ്ങനെ പറ്റിയല്ലോ, ഇനി എന്ത് ചെയ്യും? ഓർത്തോണ്ടിരിക്കും തോറും നിന്റെ ഉള്ളിൽ ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്കാർക്കും റീവൈൻഡ് ബട്ടൺ ഇല്ല. നമുക്കൊക്കെ മൊബൈൽ ഫോണിലോ ഏതെങ്കിലും മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ നമുക്ക് പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കേൾക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? പറയൂ. നിങ്ങൾക്ക് ഇന്നലെയിലേക്ക് പോകാൻ പറ്റുമോ? അതായത് യെസ്റ്റർഡേ, ഇന്നലത്തെ ദിവസം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു. പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയൊക്കെ പറ്റിയിരുന്നെങ്കിൽ അല്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കൂടെ ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശരിയാക്കിയേനെ അല്ലേ? അപ്പൊ ആ ചേച്ചി ചിന്തിച്ചോണ്ടിരിക്കുന്ന അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഈ കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചേനെ. അതെ, ഇങ്ങോട്ട് നോക്കുന്നു. അതായത് ജീവിതത്തിൽ നമുക്കാർക്കും ഇന്നലകളിലെ സംഭവങ്ങളിലേക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ലെന്നേ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം എന്താ? നമ്മുടെ സ്വഭാവം ചെറുപ്പകാലത്തെ സംഭവം തൊട്ട് എണ്ണിപ്പെറുക്കി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. നമുക്കാർക്കും ഇന്നലകളിലെ സംഭവങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, കഴിഞ്ഞത് കഴിഞ്ഞു. അത് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ പറഞ്ഞത് നിന്റെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയല്ല, കഴിഞ്ഞത് കഴിഞ്ഞു, പഴയത് അത് തീർന്നു. എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമുക്കാർക്കും നമ്മുടെ ചെറുപ്പകാലത്തോട്ടോ ഇന്നലെയിലോട്ടോ സംഭവത്തിലോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈശോയ്ക്ക് പോകാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായ ഒരു സംഭവത്തിലെ ഒരു മുറിവ് നിങ്ങളെ ഇന്നും വിഷമിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ മുറിവിനെ കുറിച്ച് ഓർക്കും തോറും ആ മുറിവ് വളർന്നുകൊണ്ടിരിക്കും. എന്നാൽ യേശുവിനെ വിളിച്ചാലുള്ള മെച്ചം എന്താണെന്നറിയോ? യേശു ആ സംഭവത്തിലേക്ക്, ആ കാലഘട്ടത്തിലേക്ക് ചെന്ന് ആ മുറിവിനെ സൗഖ്യപ്പെടുത്തും. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ. ഉച്ചത്തിൽ പറ ആമേൻ, ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ജീവിതാനുഭവങ്ങളെ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിലേക്ക് ഞാൻ എൻ്റെ യേശുവിനെ വിളിക്കണം. കാരണം യേശുവിന് മാത്രമേ നിന്റെ ഇന്നലകൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. യേശുവിന് മാത്രമേ നിന്റെ ഇന്നലകൾ സൗഖ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഒച്ചത്തിൽ ആമേൻ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 20-ാം തിരുവചനം. നോട്ട് ബുക്കിലൊക്കെ എഴുതിയെടുത്ത് പഠിച്ചോട്ടോ, നല്ല ഒന്നാന്തരം വചനങ്ങളാ. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 20-ാം തിരുവചനം. കിട്ടിയൊരു ഒച്ചത്തിൽ വായിക്കണേ. പ്രഭാഷകൻ 39:20. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്,
ജീവിതാന്ത്യമോർത്ത് അതിനെ അകറ്റിക്കളയുക. അല്ല, പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 20-ാം തിരുവചനം ഇങ്ങനെയാണ്: അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ടോ? ആ വചനം നമുക്കൊന്ന് സ്വീകരിച്ചാലോ? വലതുകര ഉയർത്തിപ്പിടിച്ച് ഏറ്റുചൊല്ലണം: അനാദി മുതൽ അനന്തത വരെ. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആരംഭം മുതൽ അവസാനം വരെ, അനാദി മുതൽ അനന്തത വരെ. അപ്പൊ വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ്: അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 56-ാം അധ്യായം 8-ാം തിരുവചനം വായിച്ചാലോ? സങ്കീർത്തനം 56, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 56, 56-ാം വചനം അതിന്റെ 8-ാം തിരുവചനം. സങ്കീർത്തനം 56 വചനം 8. അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ പരിചിതമായ വചനം. പക്ഷെ ഈ വിഷയം പഠിക്കുമ്പോൾ ഇതങ്ങോട്ട് സ്വീകരിച്ചോണേ. നിവർന്നിരുന്ന് ഇങ്ങോട്ട് നോക്കിക്കേ. ആ വചനം ഒന്നും കൂടെ പറഞ്ഞേ, ഞങ്ങളൊന്ന് ഏറ്റു പറയാം. ഒച്ചത്തിൽ പറഞ്ഞോ: അവിടുന്ന് എന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കണ്ടോ? ശ്രദ്ധിച്ചേ. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിനക്ക് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും നിനക്ക് പോലും ഓർമ്മയില്ല, പക്ഷേ കർത്താവ് അവയെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. അത് ദൈവം നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ അലച്ചിലുകൾ ദൈവം എണ്ണിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണിയിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ: നിന്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണിയിട്ടുണ്ട്. ഉണ്ടെന്ന്? നിന്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നതിന് അർത്ഥം എന്താ? ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കർത്താവിനറിയാം. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ഓരോരുത്തരും ഇത് ഏറ്റെടുക്കണം. എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അറിയാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് എൻ്റെ ഈ സങ്കടത്തിലേക്ക്, എൻ്റെ ഈ വിഷമത്തിലേക്ക് എൻ്റെ കർത്താവിന് ഞാൻ വിളിക്കണം. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ട് ഇരുന്നാ പോരാ. നാട്ടുകാരോട് ഇതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. മറിച്ച് എന്ത് ചെയ്യണം? നിന്റെ പ്രശ്നത്തിലേക്ക് യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് 2 കരങ്ങൾ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ. അടുത്തിരിക്കുന്ന ആത്മാവ് ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, വിഷമം കൊണ്ടായിരിക്കും. അതിനെ വിളിക്ക്. അതിന് വിചാരിച്ചത് നീ 1.5 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് ഓർത്ത് നല്ല ഉറക്കത്തിലായിരിക്കും. അതിനെ വിളിക്ക്. 2 കരങ്ങൾ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ, കണ്ണടച്ചേ. എന്നിട്ട് നീ വിശ്വസിക്കണം. എന്താണെന്നറിയോ? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമത്തിലേക്ക്, എൻ്റെ ഭാരത്തിലേക്ക് എൻ്റെ കർത്താവിനെ ഞാൻ വിളിക്കുന്നു. എൻ്റെ സങ്കടം അതെന്താണെന്ന് മനസ്സിൽ കാണണം, തൊട്ട് മുമ്പിൽ കാണണം. ആ വിഷമത്തിലേക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ചിട്ട് യേശുവേന്ന് ഒച്ചത്തിൽ വിളിക്കട്ടെ, നാവ് തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ, യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിലെ മുറിവുകളിലേക്ക്, സങ്കടങ്ങളിലേക്ക് യേശുവേ അങ്ങ് കടന്നു വരണമേ, യേശുവേ അങ്ങ് കടന്നു വരണമേ, യേശുവേ അങ്ങ് കടന്നു വരണമേ. ആരാധന, 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 ആരാധന. 2 കരങ്ങളും യാചനാപൂർവം പിടിച്ചേ. എന്നിട്ട് പ്രാർത്ഥിച്ചേ: യേശുവേ വരണമേ, രക്ഷകാ വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യമായിട്ട് വരണമേ. നമുക്കറിയാമല്ല ആ ഗാനത്തിന്റെ വരികളൊന്ന് പാടിക്കേ. യേശുവേ വരണമേ, രക്ഷകാ വരണമേ, രക്ഷകാ വരണമേ. ആമേൻ.
പാലക വിമോചക ആമേൻ. സ്നേഹമായി വരണമേ. അല്പം കൂടെ ഉച്ചത്തിൽ നിന്ന് പാടിക്കുക, യേശുവേ വരണമേ, യേശുവേ വരണമേ, രക്ഷക വരണമേ, രക്ഷക വരണമേ, പാലക പാലക വിമോചക സ്നേഹമായി വരണമേ. ഇരിക്കാം, സ്വസ്ഥമായിട്ടിരുന്നേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മുറിവുകളെ എങ്ങനെയാണ് അനുഗ്രഹത്തിന്റെ വഴികളാക്കി മാറ്റുക എന്നുള്ള ഒരു സൗഖ്യ ശുശ്രൂഷ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു സ്റ്റേജാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ പ്രശ്നത്തിലേക്ക് ആരെ വിളിക്കണം? യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം, എഴുതിയെടുത്ത് പഠിച്ചോ. നമ്മുടെ മുറിവുകളിൽ, ഈ ക്ലേശങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കണം. നമുക്കൊരു വചനം പഠിക്കാം. അത് എസക്കിയേലിന്റെ പ്രവചനം, ബുക്ക് ഓഫ് എസക്കിയേലിന്റെ പ്രവചനം 37 അധ്യായം 11 മുതലുള്ള വചനം വായിച്ചാലോ? 11, 12, 13, 14 നല്ല വചനങ്ങളാണ്. ബുക്ക് ഓഫ് എസക്കിയേലിന്റെ പ്രവചനം, അതിന്റെ 37 അധ്യായം നമുക്ക് വളരെ പരിചിതമാണ്. ആ അധ്യായത്തിന്റെ വളരെ പ്രസക്തമായ 1-2 വചനഭാഗങ്ങളാണ് 11, 12, 13, 14. വായിക്കാം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. 13 വചനം വായിച്ചോ. എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. അടുത്ത വചനം കൊണ്ട് പഠിച്ചോ. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായി ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എസക്കിയേലിന്റെ പ്രവചനം 37 അധ്യായം നമുക്കറിയാം. എന്താണ് ആ അധ്യായത്തിന്റെ പ്രത്യേകത? അതിന്റെ ഹെഡിങ് എന്താ എഴുതിയിരിക്കുന്നത്? അസ്ഥികളുടെ താഴ്വര, വരണ്ട അസ്ഥി, ഒരു സാധ്യതയും ഇല്ലാതെ വരണ്ട അസ്ഥി. ആ അസ്ഥിയുടെ താഴ്വരയുടെ മുമ്പിൽ നിന്ന് പ്രവാചകന്റെ സംഭാഷണ ശൈലിയാണ് 37 അധ്യായത്തിന്റെ തുടക്കം. ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഈ വരണ്ട അസ്ഥികളിൽ രക്ഷപ്പെടുവോ? ഇവിടെ ഇരിപ്പുണ്ട് ചിലര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെയാണ്, ഇനി അവൻ രക്ഷപ്പെടുവോ? എൻ്റെ മകൾ ഇങ്ങനെയാണ്, അവൻ രക്ഷപ്പെടുവോ? എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ്, രക്ഷപ്പെടുവോ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, രക്ഷപ്പെടുവോ? ഈ ഒരു ചോദ്യം എസക്കിയേൽ പ്രവാചകൻ ചോദിച്ചതാണ്. ആ എസക്കിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു കൊടുത്തു, മനുഷ്യപുത്ര, നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത്, ദേ ഈ വരണ്ട അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്ന ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു ചെല്ലുമ്പോൾ വരണ്ട അസ്ഥികൾ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങൾ കരിക്കട്ട കണ്ടിട്ടുണ്ടോ? കരിക്കട്ട ഉണ്ടോ? ആ കരിക്കട്ടനെ തൊട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കയ്യിലും കരിപറ്റും, അല്ലേ? അതെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെയും കരിപറ്റും. ഈ കരിക്കട്ടന് ഇനി എന്നാ ചെയ്യാൻ പറ്റും? ഇതെവിടെ കൊണ്ട് വെച്ചാലും ആര് തൊട്ടാലും കയ്യേല് മുഴുവൻ അഴുക്ക് പറ്റുക. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ ചിലരും ഇങ്ങനെ ഈ കരിക്കട്ടയുടെ അവസ്ഥയാണ്. എൻ്റെ പൊന്നച്ചായി എന്നാ ചെയ്യാനാ, എന്ത് ചെയ്യാനാ? ഒരു പേപ്പറിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പേപ്പറെ മുഴുവൻ കരിയായി, അല്ലേ? വീട്ടിൽ ഒരു കാര്യത്തിൽ അടുപ്പിക്കാതെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, പക്ഷെ അവിടെ ഇരുന്നപ്പോൾ അവിടെയും കരിയാ.
കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് പറഞ്ഞതാ, എൻ്റെ പൊന്നച്ച ചേട്ടനെ കൊണ്ട് തോറ്റു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എങ്ങനെ കാര്യം ശരിയാവും ചേച്ചി? അച്ഛൻ ഞാൻ ചേട്ടനോട് പറയും, ചേട്ടൻ ഒന്നും ചെയ്യണ്ട, വീട്ടിൽ അവിടെ ഇരുന്നാൽ മതി, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം, കാരണം ചേട്ടന് കുറേ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ചേട്ടനോട് പറഞ്ഞ് അവിടെ ഇരുന്നാൽ മതി. എൻ്റെ പൊന്നെ, വീട്ടിൽ ഇരിക്കുമ്പം തൊട്ട് പ്രശ്നങ്ങളുണ്ടാക്കി. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ട് ജീവിതം ചില കരിക്കട്ട പോലെയാണ്, എന്നതാ ചെയ്യാൻ പറ്റണ ഒരു പിടുത്തോ ഇല്ല. എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എന്നാൽ ഈ കരിക്കട്ടയെ തീയോട് ചേർത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? എന്താവും? പറ പറ പറ. ആ കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങും. കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിച്ച് വരുമ്പോൾ അത് തീയായി മാറ്റപ്പെടാൻ തുടങ്ങും. എന്ന പോലെ ദേ കരിഞ്ഞിരിക്കുന്ന നിനക്കും ഇച്ചിരി ചൂട് കിട്ടണം. കരിഞ്ഞിരിക്കുക ചിലര്, ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടറിയാം, ചിലത് ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണോ? ഉറങ്ങണോ? എഴുന്നേക്കണോ? വീട്ടിൽ പോകണോ? കഞ്ഞി കുടിക്കണോ? എന്തിനും അവർക്ക് ഒന്നിനോടൊരു താല്പര്യമില്ല. ഉണങ്ങിയ കരിക്കട്ട പോലെ ഇരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നീ കരിക്കട്ടയാകാനല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കാനുള്ള ആളാ. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ കരിക്കട്ടയ്ക്ക് ശക്തി കിട്ടുന്നത് എങ്ങനെയാ? അതിന് തിളക്കം വരുന്നത് എങ്ങനെയാ? അതിന് ജ്വലനം വരുന്നത് എപ്പോഴാ? അതിന് തീയോട് ചേർന്നിരിക്കുമ്പോഴാ. ഈ കരിക്കട്ട പോലെ ഇരിക്കുന്ന എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന അസ്ഥികളുടെ താഴ്വരയിൽ അതിന് ജീവൻ ലഭിക്കുന്നത് അതിന് ചൂടോട് ചേർന്നിരിക്കുമ്പോഴാണ്, തീയോട് ചേർന്നിരിക്കുമ്പോഴാണ്. ആ തീ എന്ന് പറയുന്നത് എന്തുവാ? അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എവിടെയെല്ലാം വരുന്നോ അവിടെയെല്ലാം ഉണങ്ങിയിരിക്കുന്ന ആള് ജ്വലിക്കാൻ തുടങ്ങും. അവിടെ ഉണങ്ങിയിരിക്കുന്ന ആള് ബലം പ്രാപിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നിനക്കുണ്ടാവുന്ന ഓരോ സംഭവങ്ങളും നിന്നെ ജ്വലിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ മാസം ധ്യാനത്തില്, സെപ്റ്റംബർ മാസത്തിലെ ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വന്ന ഒരു ചേച്ചി, ആദ്യത്തെ ആഴ്ചത്തെ ധ്യാനത്തിന് വന്നൊരു ചേച്ചി ഈ കോളർ വെച്ചിട്ട് ചേച്ചിക്ക് കഴുത്ത് പോലും അടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ചേച്ചി വലിയ ആഗ്രഹത്തിൽ വന്നിരിക്കുക. വീട്ടുകാർ പറഞ്ഞു, നീ എന്തിനാ ധ്യാനിക്കാനൊക്കെ പോകുന്നത്? നിനക്കിപ്പോ ഒന്നാമത് വയ്യാത്ത അവസ്ഥയല്ലേ, നീ ഇതിനൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ ചേച്ചി പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എന്നെ സ്പർശിക്കും. അപ്പൊ ധ്യാനത്തിന് 1-ാം ദിവസം വന്നപ്പോൾ തൊട്ട് ആ ചേച്ചി പറഞ്ഞു, കർത്താവേ, എനിക്ക് സൗഖ്യം വേണം, എൻ്റെ സൗഖ്യത്തിലൂടെ അനേകർ രക്ഷപ്പെടണം. കർത്താവ്, എൻ്റെ സൗഖ്യത്തിലൂടെ അനേകം രക്ഷപ്പെടണം. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ മുന്നോട്ട് നീങ്ങി 4-ാം ദിവസം ആ ശുശ്രൂഷ സമയത്ത്, ആരാധന സമയത്ത് ആ സഹോദരി കോളർ ഊരി അത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിനി കോളർ വേണ്ട, കാരണം കർത്താവ് എന്നെ തൊട്ട് കഴിഞ്ഞു. നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ. ഞാൻ ഈ സൗഖ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനല്ല, മറിച്ച് ഇത് നടന്നത് സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ധ്യാനത്തിന്, 2-ാമത്തെ ധ്യാനം, അതായത് കഴിഞ്ഞ ധ്യാനത്തിന് ആ ചേച്ചി വന്നത് ഒറ്റയ്ക്കല്ല, ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടാണ് അത് വന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് ആ ചേച്ചി എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് കഴുത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, ആ രോഗപീഠ ഉണ്ടായത് എന്തിനാണെന്നറിയാവോ? അച്ഛൻ അങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ ഭർത്താവും പിള്ളേരും വന്നത് കണ്ടോ? അവർക്കൊരടയാളമായിട്ട് കർത്താവ് കൊടുത്തതാണ് എൻ്റെ ആ വേദന. ഹല്ലേലൂയാ. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് ഭർത്താവും മക്കളും കൂടെ വന്നിരിക്കുന്നത്. അച്ഛാ, ഞാൻ അന്ന് അനുഭവിച്ച വേദനയിലൂടെ എൻ്റെ ഭർത്താവും കുട്ടികളും ധ്യാനത്തിന് വന്നിരിക്കുന്നു. അവരും കൂടെ ധ്യാനം കൂടി സാക്ഷ്യം പറഞ്ഞ് സന്തോഷത്തോടു കൂടെ തിരിച്ചുപോയി. നല്ലൊരു വെടിക്കെട്ട് കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും കരിക്കട്ടയ്ക്ക് സമാനമായ അനുഭവത്തെ ഓർത്തുകൊണ്ട് വിഷമിച്ചോണ്ടിരിക്കാനല്ല, മറിച്ച് അവയ്ക്ക് ചൂട് കൊടുക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുക്കാൻ. അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നാണ് വചനം പഠിപ്പിച്ചത്. ശ്രദ്ധിച്ച വചനം ഒന്ന് വായിച്ച്. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പ്രാർത്ഥനാ നിയോഗം വരുമ്പോൾ മിക്കവാറും ഞാൻ കാണുന്ന എന്നാന്നറിയോ? അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അറിഞ്ഞുകൂടാ. വിഷമം, സങ്കടം, ഭാരം അത്രമേലുണ്ട്. പ്രാർത്ഥനാ നിയോഗങ്ങൾ അത്രമേലുണ്ട്. പരിത്യക്തരായിരിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നു. വചനം പറയുന്ന കാര്യം, ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ,
ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു ഉണ്ടാവും, ശ്രദ്ധിച്ചോണം. ഇത് നിനക്കുള്ള വചനമാണ്. സ്വന്തം ദേശത്ത് ജീവിക്കുന്നതിന് ഭാരപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന വീട് അവിടുന്ന് പോകേണ്ടി വരുന്ന ഒരു വല്ലാത്ത ഗതികെട്ട അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് താമസിക്കാൻ പറ്റാതെ വലിയ ഭാരപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്നത്. ചില കുടുംബങ്ങളുണ്ട്, സ്വന്തം ജനിച്ച ദേശത്ത് ജീവിക്കാൻ പറ്റാതെ വാടക വീട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നിനക്കുള്ളതാണ്. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഇറ്റ് ഈസ് എ പ്രോമിസ്. ഇതൊരു വാഗ്ദാനമാണ്. നിങ്ങൾ ജനിച്ച, നിങ്ങൾ വളർന്ന നാട്ടിൽ നിനക്ക് ജീവിക്കാൻ കർത്താവ് നിനക്കൊരു കൃപ തരും. കർത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ജീവിതത്തിന്റെ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വായിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14, 14-ാം അധ്യായം, അതിന്റെ 26-ഉം 27-ഉം. 14-ാം അധ്യായം 26 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ കൂടെ 27-ഉം കൂടെ ഒന്ന് വായിച്ചോളൂ. 14-ാം അധ്യായം 26-ഉം 27-ഉം. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അടുത്ത വചനം ശ്രദ്ധിച്ചു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുറിവിലേക്ക്, ക്ലേശത്തിലേക്ക് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം എഴുതി വെച്ചേ, അതായത് ഒരു വ്യവസ്ഥയും ഇല്ലാതെ ക്ഷമിക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എഴുതിക്കോളൂ. ക്ഷമിക്കുക, ഒരു വ്യവസ്ഥയും ഇല്ലാതെ ക്ഷമിക്കണം. നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ക്ലേശം, മുറിവ്, സങ്കടം സൗഖ്യപ്പെടാൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത്? പറഞ്ഞേ. ക്ഷമിക്കുക, നിരപരാധികം ക്ഷമിക്കുക, വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുക. ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 2-3 തിരുവചനം വായിച്ചാലോ? ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 28, 28-ാം അധ്യായം, അതിൻ്റെ 2-3. 28-ാം അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ നോക്കിയേ, തെറ്റുകൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. അതിന്റെ 2-ാം തിരുവചനം 2-3 വായിക്കാം. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. കണ്ടോ, വചനം പഠിപ്പിക്കുകയാണ്. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. 3-ാം വചനം ഇങ്ങനെയാണ്: അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, ക്ഷമിക്കണം. പറഞ്ഞേ, ആരോട്? നിന്റെ ജീവിതത്തിൽ നിന്നെ വേദനിപ്പിച്ചവര്. ചിലരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ഛാ ഞാൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടാണ് അവരെന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. ആയിക്കോട്ടെ, പക്ഷെ നീ എന്ത് ചെയ്യണം? നീ ഒരു ദൈവമകനാണ്, ദൈവമകളാണ് ആയതിനാൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവ തിരുമുമ്പിൽ ഈ തീരുമാനം എടുക്കണം, പ്രഖ്യാപിക്കണം. എങ്കിലേ സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ.
ആന്തരിക സൗഖ്യം അനുഭവിക്കണമെങ്കിൽ ഒരു വ്യക്തി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. നീ ക്ഷമിക്കാൻ തയ്യാറാവണം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 21-ാം തിരുവചനം നമുക്കറിയാവുന്ന ഒരു വചനമാണ്. ഇതിനോട് ചേർന്ന് പഠിക്കേണ്ട ഒരു വചനമാണ്. മാർക്ക് ചാപ്റ്റർ 11, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 21-ാം തിരുവചനത്തിൽ 21 വചനം എന്താ പഠിപ്പിക്കുന്നത്? അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു നോക്കൂ, ഈ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യെസ്, അത് ആ സംഭാഷണം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞ് 25-ാം വചനം വായിച്ച് 25. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. കണ്ടോ ദേ വചനം ഒന്ന് ഏറ്റു പറയാമല്ലോ. പലതകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ ഏറ്റു പറഞ്ഞോളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഹല്ലേലൂയാ. ലൂക്കാസ് വിശേഷം അതിന്റെ 23-ാം അധ്യായം വളരെ ശക്തമായ ഒരു സന്ദേശം ആ വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുകയാണ്. 23-ാം അധ്യായം അതിന്റെ 34-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 23 അതിന്റെ 34-ാം തിരുവചനം. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഹല്ലേലൂയാ. 2 കരങ്ങളുമായി ഈശോ കുരിശിൽ കിടന്ന പോലെ ഒന്ന് വിരിച്ചു പിടിച്ചേ. ഈശോ കുരിശിൽ കിടന്ന പോലെ വിരിച്ചു പിടിച്ചേ. വിരിച്ചു പിടിച്ചേ, നന്നായിട്ടൊന്ന് വിരിച്ചു പിടിച്ചേ. എന്നിട്ട് ഒച്ചത്തിൽ ഞാൻ പറയുമ്പോൾ എന്ന് ഏറ്റു പറയണം കേട്ടോ. പിതാവേ, ഇങ്ങനെ പോരാ, ഒച്ചത്തിൽ പറ. പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം. അടുത്തിരിക്കുന്ന ആളോടൊന്നും കൂടെ പറഞ്ഞ് ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇത് വലിയൊരു തീരുമാനമാണ്. ഇന്നത്തെ സൗഖ്യ ശുശ്രൂഷയിൽ നമ്മൾ സ്വീകരിക്കുന്ന വലിയൊരു തീരുമാനം. 4-ാമത്തെ കാര്യം, നന്ദിയും സ്തുതിയും അർപ്പിക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 6 and 7. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം തിരുവചനം അറിയാവുന്ന വചനമാണ്. പക്ഷേ ഈ വിഷയം പഠിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ വചനമാണ്, പഠിക്കണം. 4-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം തിരുവചനം. 6ഉം 7ഉം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അടുത്ത വചനം വായിച്ചോളൂ. അപ്പോൾ എപ്പോഴാണ്? എപ്പോൾ ഇപ്പൊ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്? ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ എന്ത് സംഭവിക്കും? കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം. കണ്ടോ, നമുക്കൊരു ചില ധാരണകളുണ്ട്. ആ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് തല ഇങ്ങനെ പുകയുന്നുണ്ടാവും. ഇന്ന് രാവിലെ വാട്സപ്പിൽ ഒരു ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഒന്ന് വീഡിയോ കോളിൽ വരണം. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ ഞാൻ വീഡിയോ കോളിൽ വരാറില്ലല്ലോ, ഇപ്പം എന്തേ? അല്ല അച്ഛാ, വളരെ അത്യാവശ്യമാണ്, അച്ഛനൊന്ന് വീഡിയോ കോളിൽ വരണം. എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു ചേട്ടനാണ്. വാട്സപ്പിൽ ഇദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ കോളിൽ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച, ഇവരുടെ വീട്ടിൽ ഇങ്ങനെ
ശവപ്പറമ്പ് പോലെ എല്ലാവരെയും കാണിച്ചു തന്നു. വീട്ടിലുള്ള എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് പല സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുകയാണ്. ഈ ശവസംസ്കാര വീട്ടിലൊക്കെ ഇരിക്കുന്നത് പോലത്തെ ഒരു കാഴ്ച. ഈ കുടുംബനാഥൻ ഈ കാഴ്ച കാണിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി ചേട്ടാ, ഇതെന്നാ സംഭവം, ആരെങ്കിലും മരിച്ചോ, എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നേ? അച്ഛാ മരിച്ചതിന് തുല്യം, ഞങ്ങളുടെ മകൻ വിദേശത്ത് പോയതാ, 2 ദിവസമായിട്ടുള്ളൂ. അവനെ ചെന്ന സ്ഥലത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലിട്ടിരിക്കുന്നു. അച്ഛാ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരുടെ കയ്യിൽ മയക്കുമരുന്നുണ്ടായിരുന്നു, പോലീസ് പിടിച്ചു, ഇവനെയും പിടിച്ചു. അച്ഛാ ഇപ്പൻ ഇന്ന വിദേശ രാജ്യത്ത് ജയിലിൽ കിടക്കുക. ഞങ്ങൾ എന്നതാ ചെയ്യണ്ടേ? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് അവൻ. അച്ഛാ ഞങ്ങളുടെ വീട് നോക്കിക്കച്ഛൻ, ഞങ്ങളെല്ലാവരും ശവപ്പറമ്പിലെ പോലെ അവസ്ഥയില്ല. അച്ഛാ ആ രാജ്യത്ത് ആര് പോകും? ആ രാജ്യത്ത് ആര് ഞങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും? അവിടെ ആരിവനെ ഒന്ന് പോയി കാണും? അവൻ അറസ്റ്റ് ചെയ്തെന്നും ജയിലിലാക്കിയെന്നും അവൻ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞു ഒന്നും ഞങ്ങൾക്ക് തിരിഞ്ഞില്ല, തിരിച്ചങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല, ജയിലിൽ നിന്നാണ് അവൻ വിളിച്ചതെന്ന് പറഞ്ഞു. അച്ഛാ ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരെത്തും പിടിയുമില്ല. ആകാശത്തും ഭൂമിക്കും മധ്യ ഞങ്ങളിങ്ങനെ കിടക്കുന്ന അവസ്ഥയാ അച്ഛാ. ഇന്നലെ മുതൽ ഞങ്ങളിങ്ങനെ കരയാൻ തുടങ്ങിയിട്ട് ഒരു മാർഗവും ഇല്ല. ഞങ്ങളിൽ വിളിക്കാത്ത സ്ഥലങ്ങളില്ല. ആരോട് ഞങ്ങൾ സഹായം തേടും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില സങ്കടങ്ങൾ ഇങ്ങനെ വന്നിട്ട് വീട്ടിലെ ശവസംസ്കാര ശുശ്രൂഷ പോലെ ഇങ്ങനെ ഇരിക്കുമല്ലേ, എന്നാ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. ആര് നമുക്ക് വേണ്ടി നിലനിൽക്കും? ആര് ഞങ്ങളുടെ കൂടെ നിൽക്കും? ഞങ്ങളുടെ വീട്ടിലെ സങ്കടം ആർക്ക് മനസ്സിലാകും? അങ്ങേയറ്റം വിഷമം, അങ്ങേയറ്റം ഭാരം. ഓർത്തോണ്ടിരിക്കും തോറും ഭാരം കൂടിക്കൊണ്ടിരിക്കും. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഈശോ നിന്നോട് പറയുന്നതെന്നറിയോ? നിന്റെ ചിന്തകളെ, നിന്റെ ആലോചനകളെ അതിലംഘിക്കുന്ന, കാരണം നിന്റെ തലയ്ക്കകത്ത് ചില ധാരണകളും ചിന്തകളുണ്ട്, അതിനെ അതിലംഘിക്കുന്ന ഒരു കൃപ അത് നിന്നിൽ പ്രവർത്തിക്കും. ഹബക്കൂക്കിന്റെ പുസ്തകം 1:5 ഏതാ വചനം അറിയാം? പറഞ്ഞേ, ഹബക്കൂക്ക് 1:5 പറ, ഒച്ചത്തി പറ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോകുന്നു. എന്താ വചനത്തിന്റെ അർത്ഥം? ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. നിങ്ങളുടെ ചിന്തകളിൽ മനസ്സിലാക്കാൻ പറ്റില്ല, ആലോചനകൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന്. 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ സംഭവം ആ കുടുംബത്തോട് ചേർന്ന് നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ ഇങ്ങനെ ദൂരങ്ങളിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട്, ഒരുപക്ഷെ ജയിലിൽ മാത്രമല്ല ചില സാഹചര്യങ്ങളിൽ പെട്ടുകിടക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആരെയെങ്കിലും അറിയാമെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, ആര് ഞങ്ങൾക്ക് തുണയുണ്ട്? ആര് ഞങ്ങളുടെ ഈ മകളെ രക്ഷിക്കും? ആരാണ് അവർക്ക് വേണ്ടി വാദിക്കുന്നത്? ആരവിടേക്ക് പോകും? എന്താ ചെയ്യേണ്ടെന്നറിഞ്ഞുകൂടാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. സ്വർഗത്തിലെ ദൈവം ഈ വിഷയത്തിൽ ഇടപെടട്ടെ. ഹബക്കൂക്കിന്റെ പ്രവചനം 1:5 ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു കാര്യം നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യും. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്ന ദൈവജനമേ, യേശുവേ എന്ന് വിളിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നിനക്ക് വേണ്ടി ദൈവം ഒരു പ്രവൃത്തി ചെയ്യട്ടെ. ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടട്ടെ. ഈ കണ്ണുനീരിൽ കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. ഓ ദൈവജനമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി ഇടപെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. നമ്മൾ എടുക്കേണ്ട 5ാമത്തെ വഴി എഴുതി പഠിച്ചോളൂ. നിന്റെ ജീവിതത്തിന്റെ ക്ലേശം, മുറിവ്, സങ്കടം സൗഖ്യപ്പെടാനുള്ള 5ാമത്തെ വഴി. 1ാമത്തെ വഴി എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? നിന്റെ സങ്കടത്തിലേക്ക്, മുറിവിലേക്ക് യേശുവിനെ വിളിക്കുക. 2, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുക. 3, ക്ഷമിക്കുക. 4, നന്ദിയും സ്തുതിയും അർപ്പിക്കുക. 5ാമത്തെ വഴി യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക. ദ ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിനോട് പറയണം, യേശുവേ നിന്റെ തിരു രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം തിരുവചനം ഒന്ന് വായിച്ചാലോ? ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്നതും
പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എന്നാൽ 14 വചനം ശ്രദ്ധിച്ചോളൂ, ചാപ്റ്റർ 3 വേഴ്സ് 14. എന്നാൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം. പറഞ്ഞേ യേശുവിന്റെ രക്തം. പറഞ്ഞേ യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം എന്നെ സൗഖ്യപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫസ്റ്റ് പീറ്റർ, പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം, പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 18ഉം 19ഉം തിരുവചനം ഒന്ന് വായിച്ചേ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 18 and 19. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദേ അടുത്ത വചനം ശ്രദ്ധിച്ചോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? യേശുവിന്റെ രക്തത്താൽ. യേശുവിന്റെ രക്തത്താൽ സൗഖ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇഷ്ടം പോലെ സങ്കടങ്ങളും ഭാരങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്താ ചെയ്യേണ്ടെന്നറിയോ? ഓരോ സംഭവത്തെയും ഉള്ളിൻ്റെ ഉള്ളിൽ സമർപ്പിക്കണം. യേശുവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഓ ജീസസ്, വാഷ് മീ വിത്ത് യുവർ പ്രഷ്യസ് ബ്ലഡ്. യേശുവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക. വലതുകരം ഉയർത്തി പറഞ്ഞേ, യേശുവേ, യേശുവേ, കാൽവരി മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈതാത്തു. 6-ാമത്തെ വഴി, സൗഖ്യം നേടുന്നതിനുള്ള 6-ാമത്തെ വഴി വചനത്താൽ നിറയപ്പെടുക. വചനം, വേർഡ് ഓഫ് ഗോഡ്, ഹോളി ബൈബിൾ, തിരുവചനം. അതുകൊണ്ടാണ് വചനം വായിക്കണം, വചനം പഠിക്കണം, വചന ഹൃദയത്തിൽ സ്വീകരിക്കണമെന്ന് പറയാൻ കാരണം വചനം സ്വീകരിക്കുന്നതനുസരിച്ച് സൗഖ്യം പ്രാപിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വചനം അറിയാം. ഏതാ വചനം? ജോൺ ചാപ്റ്റർ 15 വേഴ്സ് 3. പറയൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വചനം വായിക്കുന്നതനുസരിച്ച്, വചനം ധ്യാനിക്കുന്നതനുസരിച്ച് സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ധ്യാന മന്ദിരത്തിൽ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു വൈകുന്നേര സമയത്ത് ഒരു സ്ത്രീ വളരെ സങ്കടപ്പെട്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം സങ്കടപ്പെട്ട് ഞാൻ ഈ അടുത്ത നാളുകൾ മറ്റൊരു സ്ത്രീയെ കണ്ടിട്ടില്ല. കാരണം ഈ സ്ത്രീ പറഞ്ഞ സംഭവങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കാരണം അതുപോലെ കലുഷിതമായ ഒരു പ്രശ്നം. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇന്ന് ഈ വൈകുന്നേരം ഈ സമയത്ത് ഇവിടെ വരാൻ കാരണം എനിക്കിനി എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. എൻ്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ വഴിയുള്ളൂ. എന്നാൽ എൻ്റെ ഉള്ളിൽ ആരോ എൻ്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്നു, ചാലക്കുടി പോട്ട ആശ്രമം വരെ ഒന്ന് പോകൂ. അങ്ങനെയാണ് ഞാൻ അച്ഛാ ഈ ആലയത്തിലെത്തിയത്. എനിക്ക് ആരെയും പരിചയമില്ല. ഞാൻ ഇവിടെ വന്നു, എനിക്കൊരു വൈദികനെ കണ്ട് ഒരു ബ്ലെസ്സിങ് മേടിക്കണമെന്ന് ആഗ്രഹിച്ചു, അത്രമാത്രം. അച്ഛാ, എൻ്റെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അച്ഛൻ എന്തു പറയുന്നു? ഈ പ്രശ്നം കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു വളരെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇത് കേട്ടിട്ട് എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല. എന്താ ഉത്തരം പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കണ്ണുനീര് മാത്രം. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ബൈബിൾ തുറന്ന് നമുക്കൊരു വചനം വായിച്ച് പ്രാർത്ഥിക്കാം. എനിക്ക് എന്താ പറയേണ്ടെന്ന് അറിഞ്ഞുകൂടാ. ബൈബിൾ തുറന്നു. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 1. ദേ വചനം എടുത്തൊന്ന് വായിച്ചോളൂ. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു വചനമാവും. എന്താണ് ഉത്തരം പറയേണ്ടെന്ന് അറിയാതെ നിൽക്കുമ്പോൾ മുമ്പിൽ ഒരു വചനം കിട്ടി. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം വായിച്ചേ. അറിയാവുന്നവര് കാണാതെ പറഞ്ഞേ. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഈ വചനം അങ്ങോട്ട് തുറന്നു കാണിച്ചു. ഈ പെണ്ണ് ഞാൻ കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയോ? ആ വചനം അങ്ങോട്ട് ചങ്കോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്ത്രീ എന്നോട് പറയാണ്, അച്ഛാ,
ഇതെനിക്ക് വേണ്ടി കർത്താവ് എഴുതിയ വചനമാണ്. ഇതെനിക്ക് വേണ്ടി കർത്താവ് എഴുതിയ വചനമാണ്. അച്ഛാ, ഈ വചനത്തിന്റെ അർത്ഥം എനിക്ക് ഇപ്പൊ മനസ്സിലാവും. അച്ഛാ, കർത്താവിന് നിന്നെ അറിയാം, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ടെന്ന് എഴുതിയിട്ടില്ല. അച്ഛാ, ഇതെനിക്ക് വേണ്ടി കർത്താവ് എഴുതിയ വചനം. അച്ഛാ, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഫൈറ്റ് ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരിയുടെ ജീവിതത്തിൽ പിന്നീട് അത്ഭുതകരമായി വഴികൾ ഇങ്ങനെ തുറക്കപ്പെട്ടത് സന്തോഷത്തോടെ കണ്ടൊരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം അറിയാം, എത്ര വലിയ പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും നീ വചനം എടുത്ത് വായിച്ചോ. എന്താ വചനം പറയുന്നത്? യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ആ യാക്കോബ് എന്നുള്ള സ്ഥാനത്ത് നിന്റെ പേര് പറഞ്ഞ് വായിക്കും, ഇസ്രായേൽ എന്നുള്ള സ്ഥാനത്ത് നിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്ക്. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. നാട്ടുകാരല്ല പറയുന്നത്, നിന്നെ വിഷമിപ്പിക്കുന്ന യൂട്യൂബും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും അല്ല പറയുന്നത്, മറിച്ച് നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച നിന്റെ ദൈവം നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇത്ര ഉറപ്പില് ഈ ഭൂമിയിൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കൂ, നീ ഇത്ര ഉറപ്പില് നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം നിന്നോട് പറയുന്നു നീ ഭയപ്പെടേണ്ടെന്ന് ആര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രശ്നം പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർ വന്ന് തോളത്ത് തട്ടിയിട്ട് പറയും സാരയില്ല വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോകും. ആരിരുന്ന് കരയും? നീ ഇരുന്ന് കരയും, ഞാൻ ഇരുന്ന് കരയും. ആരാ കൂടെയുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോയ സങ്കടങ്ങളുടെ നടുവിൽ ആർക്കെങ്കിലും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? ഇന്നോളം നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, ചിലരുടെ ചിരിയും ചിലരുടെ സാന്നിധ്യം കാണുമ്പോൾ ഓ എന്നെ മനസ്സിലാകുന്ന ആള്. വെറുതെ ഒരാവശ്യം വന്നപ്പോൾ ഒരു മനുഷ്യനും കൂടെ ഉണ്ടായില്ലല്ലോ, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞില്ലേ? നീ ഇങ്ങനെ മാറിയിരുന്ന് വിഷമിച്ചില്ലേ? എന്നിട്ട് എനിക്കാരും ഇല്ലല്ലോ എന്ന് സങ്കടപ്പെട്ടില്ലേ? വചനം എന്താ പറയുന്നറിയോ? നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നോട് പറയുന്നു, നീ വിഷമിക്കണ്ട, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കാരണം നിന്നെ നിന്റെ ദൈവത്തിന് നന്നായി അറിയാം. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഉച്ചത്തിൽ പറ, അല്പം കൂടെ ഉച്ചത്തിൽ പറയൂ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം നിന്നെ കഴുകി സൗഖ്യപ്പെടുത്തുന്നത് പോലെ തന്നെ യേശുവിന്റെ വചനം നിന്നെ വിശുദ്ധീകരിക്കും. ഈ 2 വഴികളും അത്ഭുതത്തിന്റെ വഴികളാണ്. അതുകൊണ്ടല്ലേ വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന സുന്ദരമായ വചനം ഉണ്ടല്ലോ. വെളിപാട് പുസ്തകം ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 11, 12-ാം അധ്യായം 11-ാം തിരുവചനം, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. അവന്റെ മേൽ എന്ന് പറഞ്ഞാൽ ആരുടെ മേൽ? പറ, ആരുടെ മേൽ? സാത്താന്റെ മേൽ വിജയം. നിനക്ക് പിശാചിനെ തോൽപ്പിക്കണോ? നിന്റെ ജീവിതത്തിലെ ശത്രുവിനെ നിനക്ക് എതിർത്ത് തോൽപ്പിക്കണോ? നീ ചെയ്യേണ്ട 2 വഴികൾ വചനം പറയുന്നു. കുഞ്ഞാടിന്റെ രക്തം, ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം. 2 സാക്ഷ്യത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം. വചനം വായിക്കുന്നതനുസരിച്ച് നിന്റെ മേൽ അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കപ്പെടും. വിശ്വസിക്കുന്നവർ നന്ന കയ്യടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഇരിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഇരിക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? നിങ്ങൾ ഈ ആലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആലയത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്താ? വചനം. 365 ദിവസവും ഇതുപോലെ വചന ശുശ്രൂഷ നടത്തപ്പെടുന്ന ലോകത്തിൽ വേറെ ഏതെങ്കിലും ഒരു ധ്യാനകേന്ദ്രം ഉണ്ടോ? എൻ്റെ അറിവിലില്ല. നിങ്ങൾ ഇരിക്കുന്ന ഈ മണ്ണിന്റെ പ്രത്യേകത എന്താ? വചനം നിറയപ്പെട്ട മണ്ണാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇട ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഒരു ചെറുപ്പക്കാരനെ എനിക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായി ഇടയ്ക്കിടയ്ക്ക് കാണും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കാറയിൽ ഇവിടെ വരും. എന്നിട്ട് അവൻ ഇതിലെ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇവന് ഒരു ദിവസമല്ല, പല വൈകുന്നേരങ്ങളും ഞാൻ ഇവനെ കണ്ടു. അപ്പൊ എനിക്ക് തോന്നി ഇവനോടൊന്ന് സംസാരിക്കണം. ഇവൻ ആരോടും ഒന്നും മിണ്ടാറൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എന്നിട്ട് ആ പള്ളിക്കകത്ത് കയറി ജപമാല ചെല്ലുക, എന്തോ പ്രാർത്ഥിക്കും, തിരിച്ചു പോകും. അപ്പൊ ഞാനൊരു ദിവസം ഇവനെ വട്ടം പിടിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എടാ നീ എന്തുവാ ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പള്ളിക്കകത്ത് കയറുന്നു പോകുന്നു, എന്തുവാ നീ ഇവിടെ വന്നിട്ട് എന്താ ഈ ചെയ്യുന്നേ? അവൻ എന്നോട് പറഞ്ഞ എന്നറിയാം, അച്ഛാ ഞാനൊരു കമ്പനി ജോലി ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇവിടുത്തെ ശുശ്രൂഷയിലൊന്നും പങ്കെടുക്കാൻ പറ്റാറില്ല അച്ഛാ. എന്നാൽ ഞാൻ ഈ മണ്ണിൽ വന്ന് അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാ അച്ഛാ. അതുകൊണ്ട് ഞാൻ ക്ഷീണിക്കുമ്പോ ഞാൻ ഈ കാർ എടുത്തോണ്ട്, ഞാൻ എൻ്റെ വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോരും. എന്നിട്ട് ഞാൻ ഇതിലേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് ഞാൻ ആ പള്ളിക്കകത്ത് കയറി ഒരു കൊന്തയും ചൊല്ലിയിട്ട് പോകും. അച്ഛാ
എനിക്ക് കിട്ടുന്ന അഭിഷേകം അച്ഛനിത് മനസ്സിലാവുമോ എന്ന് അറിഞ്ഞുകൂടാ അച്ഛാ ഇതെന്റെ റീചാർജിങ് സോഴ്സാണ്, ഇതെന്റെ റീചാർജ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് അച്ഛാ. ഈ മണ്ണിനുള്ള അനുഭവം അച്ഛാ ഇത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. കാരണം ഇത് വചനം നിറയപ്പെട്ടൊരു മണ്ണാണ്. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ, ആമേൻ. എന്നിട്ട് ആ വ്യക്തി എന്നോട് പറയും, അച്ഛനൊക്കെ ഇവിടെയല്ല താമസിക്കുന്നത്, അച്ഛാ ഇത് അനുഗ്രഹിക്കപ്പെട്ട മണ്ണ അച്ഛാ. ഞാനിവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിലെ റീചാർജിങ് ആണ്, ശക്തി സ്വീകരിക്കുന്ന സമയമാണ് അച്ഛാ. കാരണം ഈ വചനം നിറയപ്പെട്ട മണ്ണിൽ നിന്ന് കിട്ടുന്ന അഭിഷേകം അത് വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. വിശ്വസിക്കുന്നവർ കൈയടിച്ച് ഈശോയ്ക്ക് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിക്കൂ, സൗഖ്യം സ്വീകരിക്കാനുള്ള, മുറിവുകൾ ഉണങ്ങപ്പെടാനുള്ള 7ാമത്തെ വഴി. 1ാമത്തെ വഴി എന്തായിരുന്നു? നിന്റെ മുറിവിലേക്ക് യേശുവിനെ വിളിക്കുക. 2, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുക. 3, ക്ഷമിക്കുക. 4, നന്ദിയും സ്തുതിയും അർപ്പിക്കുക. 5, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുക. 6, ബൈബിൾ വചനത്താൽ നിറയുക. 7ാമത്തെ വഴി എന്താണെന്നറിയോ? സ്വർഗസ്ഥനായ പിതാവ്, നിനക്കൊരു അപ്പനുണ്ടെന്ന് നീ വിശ്വസിക്കണം. യെസ്, എനിക്കൊരു അപ്പനുണ്ട്. ആബാ ഫാദർ, എനിക്കൊരു അപ്പനുണ്ട്. പറഞ്ഞേ എനിക്കൊരു അപ്പനുണ്ട്. പറഞ്ഞേ എനിക്കൊരു അപ്പനുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ സ്വന്തം ജീവിത അപ്പൻ, നിനക്ക് നിന്റെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും, ജീവനോടെ ഉണ്ടാവും. നീ വിശ്വസിക്കണം, ഇതല്ല യഥാർത്ഥത്തിൽ എനിക്കൊരു അപ്പനുണ്ട്. എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട്. ഹല്ലേലൂയാ. സ്വർഗസ്ഥനായ ഒരു പിതാവ് എനിക്കുണ്ടെന്ന്. അതുകൊണ്ട് ഈശോ ഈ ഭൂമിയിൽ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ 2 കരങ്ങൾ ഉയർത്തി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാ പഠിപ്പിച്ചത്? പറഞ്ഞേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാ പ്രാർത്ഥിച്ചത്. എന്ന് പറഞ്ഞാൽ, കർത്താവേ എനിക്കറിയാം എനിക്കൊരു അപ്പനുണ്ട്, നീ ഒറ്റയ്ക്കല്ലെന്ന്. നിനക്കൊരു സ്വർഗത്തിലൊരു അപ്പനുണ്ട്, നിന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വിശ്വസിക്കണം. ഒരു വചനം കൂടെ പഠിച്ചോളൂ. അത് യെശയ്യായുടെ പ്രവചനം 46-ാം അധ്യായം 3, 4, 5. പെട്ടെന്ന് എടുത്ത് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ, യെശയ്യായുടെ പ്രവചനം, അതിന്റെ 46-ാം അധ്യായം. യെശയ്യ, ബുക്ക് ഓഫ് ഐസയ, ചാപ്റ്റർ 46, 46-ാം അധ്യായം, 46-ാം അധ്യായം, അതിന്റെ 3, 4, 5 തിരുവചനം. ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. യെശയ്യായുടെ പ്രവചനം 46-ാം അധ്യായം, അതിന്റെ 3, 4, 5. ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ, ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. സർദി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. സർവ്വയർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും? ആരാണ് എനിക്ക് തുല്യൻ? ആരോട് നീ എന്നെ തുലനം ചെയ്യും? സർദി പറഞ്ഞ ഹല്ലേലൂയാ. എന്നെ ചുമലിലേറ്റി എന്നെ സംരക്ഷിക്കുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. ചാടി എഴുന്നേറ്റ് നിന്നേ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ അത് ഏറ്റെടുക്കുകയാണ്. തുറന്നുള്ള ശുശ്രൂഷ സമയത്ത് നമ്മൾ വിശ്വസിക്കുന്നു, ഓ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ. 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. 7 വഴികൾ, ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന മുറിവുകൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ സൗഖ്യപ്പെടാനുള്ള 7 വഴികൾ നമ്മൾ പങ്കുവെച്ചു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ചോളൂ. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം. നമ്മൾ കടന്നു പോകുന്ന ഏത് മുറിവുകളുമാവട്ടെ, ഏത് സങ്കടങ്ങളുമാവട്ടെ, കർത്താവ് സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മുറിവിലേക്ക് ഞാൻ യേശുവിനെ വിളിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീരുമാനമെടുക്കണം. എൻ്റെ മുറിവിലേക്ക് ഞാൻ യേശുവിനെ വിളിക്കുന്നു. ഇതാ ഞാൻ എൻ്റെ ജീവിതത്തിലെ സങ്കടത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നു. യേശുവേ, ഞാനിതാ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആലോചനകളും ദുഃഖവും ഭാരവും ഞാൻ ഒരു അനുഗ്രഹമായിട്ട്, നന്ദിയായി, സ്തുതിയായി ഞാൻ അർപ്പിക്കുന്നു. യേശുവേ, നിന്റെ തിരി രക്തത്താൽ എൻ്റെ മുറിവുകളെ, എൻ്റെ കണ്ണുനീരിന്, എൻ്റെ ക്ലേശത്തെ കഴുകുന്ന അനുഭവം യേശുവേ, ഇതാ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു.
തിരുവചനത്തിന്റെ അഭിഷേകം എന്നിൽ നിറയപ്പെടട്ടെ. കർത്താവേ, എനിക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ടെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാനുള്ള ബലം നൽകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ദൈവജനമേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ, നാവ് തുറന്ന് സ്തുതിക്കട്ടെ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നീ ആയിരിക്കുന്നിടത്തേക്ക്, നിന്റെ ജീവിത അവസ്ഥയിലേക്ക് യേശു കടന്നു വരുന്ന സമയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.